ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. ഇന്ത്യയുടെ ശുദ്ധികലശം നടക്കുന്നതിന്റെ തുടക്കമാണ്. ഞാനൊരു 10-15 ഒരുപാട് കുട്ടികളുടെ മുഖം എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഇന്നിവിടെ കൂടിയിട്ടുള്ളത് ആ കുട്ടികളാണ്. ഭക്ഷണം എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരുടെയും രക്തത്തിന്റെ നിറം ചുവപ്പാണ് എന്ന് വിളിച്ചോതുന്ന സമരത്തിന്റെ വിജയമാണ്. ഇന്ത്യയെ ഇനി ഒരാൾക്കും നശിപ്പിക്കാനാവില്ല. ഒരു കാരണവശാലും ഈ കുട്ടികളുടെ മുന്നിൽ ഒരാൾക്കും ജയിക്കാൻ കഴിയില്ല. ഇവരിനി തളരില്ല. ഇവരെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല. വലിയ തോതിലുള്ള ആവേശം തന്നെയാണ് ഇവിടെയുള്ളത്. നിരവധിയായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകരും പ്രതിപക്ഷ നേതാക്കളൊക്കെ തന്നെയും ഈ മേഖലയിലേക്ക് എത്തുന്നുണ്ട്. ഈ വിജയാഘോഷത്തിന്റെ ഭാഗമായിട്ട് നിരവധി ആളുകളാണ് കേരളത്തിൽ നിന്നകത്തും പുറത്തു നിന്നൊക്കെ തന്നെയും എത്തുന്നത്. ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ നിന്നും ടീം മീഡിയ 1. റഷീദ് ബിൻ മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നു. റഷീദ്, എന്താണ് അവിടെ കാണുന്ന കാഴ്ച? അജിത്, നിലവിലിപ്പോഴും ആയിരക്കണക്കിനായിട്ടുള്ള പ്രവർത്തകർ ജന്തർ മന്ദിറിൽ തന്നെ തടിച്ചു കൂടിയിരിക്കുകയാണ്. അവരുടെ വിജയാഘോഷത്തിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത്. വലിയ ഒരു മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കഴിഞ്ഞ 35 ദിവസമായിട്ട് प्लीज ये स्टेज खाली कर दीजिए. वॉलंटियर स्टेज खाली करवाइए. आप लोग स्टेज खाली कीजिए. स्टेज अंकित स्टेज खाली करवाओ भाई. सब लोग मिलकर स्टेज खाली करवाइए. जितने भी वॉलंटियर स्टेज वाले हैं स्टेज खाली करवाइए. मोदी तेरी तानाशाही नहीं चलेगी. मोदी तेरी तानाशाही नहीं चलेगी. मोदी तेरी तानाशाही नहीं चलेगी. प्लीज 2 मिनट समझिए. स्टेज खाली मोदी सारा बनवा है. स्टेज खाली करवाइए. मोदी का स्टेज खाली करवाइए. स्टेज खाली करवाइए. आराम से. कोई भी हो, सब लोग स्पोक्स पर्सन के अलावा कोई भी नहीं रहे. प्लीज स्पोक्स पर्सन के अलावा कोई भी स्टेज हमारा जितने റഷീദ് ബിൻ മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നു. റഷീദ്, എന്താണ് അവിടെ കാണുന്ന കാഴ്ച? അജിത്, ആവേശത്തിന്റെ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് ഡൽഹി ജന്തർ മന്ദിർ എന്നുള്ളതാണ്. വലിയ തോതിൽ ആളുകൾ ഇപ്പോഴും ഇതിനകത്തേക്ക് അവരുടെ ആവേശം പങ്കുവെക്കുന്നതിനായിട്ട് എത്തുന്നുണ്ട്. മധുര പലഹാരങ്ങൾ നൽകുന്നുണ്ട്. പ്രതീകാത്മകമായിട്ടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് മെലഡി മിഠായിയും നൽകിക്കൊണ്ട് എല്ലാ ആളുകളും ഇവിടെ വലിയ വിജയാഘോഷമാണ്. ലഡു വിതരണമുണ്ട്, പായസ വിതരണമുണ്ട്. അങ്ങനെ വിജയാഘോഷത്തിന്റെ കൊടുമ്പിരിയിൽ തന്നെയാണ് ജന്തർ മന്ദിർ എന്നുള്ളതാണ്. ആയിരക്കണക്കിനായിട്ടുള്ള ആളുകളാണ് ഈ ആവേശം പങ്കുവെക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, പല രീതിയിൽ പല സമയത്ത് ഈ പ്രതിഷേധത്തെ അടിച്ചമർത്താനുള്ള നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. നേരത്തെ ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് പോലും ടോൾസ്റ്റോയ് മാർഗിൽ ഈ പ്രതിഷേധക്കാർക്കെതിരെ പോലീസ്
ടിയർ ഗ്യാസ് പ്രയോഗിക്കുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷമാണ് ഈ ഒരു വിജയത്തിന്റെ ആവേശത്തിലേക്ക് കൊടുമ്പിരിയിലേക്ക് കൊള്ളുന്ന തീരുമാനമുണ്ടായിരിക്കുന്നത്. എന്തായാലും 12 വർഷം പിന്നിടുന്ന മോദി സർക്കാരിന് ഏറ്റ ഏറ്റവും വലിയ അടിയായിക്കൊണ്ട് തന്നെ ഇതിനെ നമ്മൾ വിശേഷിപ്പിക്കാവുന്നതാണ്. എന്തായാലും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതോടുകൂടി വലിയ ആവേശത്തിൽ തന്നെയാണ് സമരക്കാരുള്ളത്. നമുക്കറിയാം കഴിഞ്ഞ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ബാധിച്ച പരീക്ഷാ പേപ്പർ ക്രമക്കേടാണ് നടന്നത്. പക്ഷേ ഇന്ന് വരെ ഈ സമരത്തെ അടിച്ചമർത്താനാണ് ശ്രമിച്ചത്. പക്ഷേ ഒരിഞ്ച് പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രഖ്യാപിച്ചു. അതിന്റെ ഫലമാണ് രാജ്യത്തെ വിദ്യാർത്ഥികളെല്ലാം തന്നെ ഒത്തൊരുമിച്ച് പ്രതിഷേധിച്ചതിന്റെ പ്രക്ഷോഭിച്ചതിന്റെ ഫലമാണ് ഈ വിജയം. ഈ സമരം ഇതിനൊരു സൈറൻ ആണ് മുഴക്കിയിരിക്കുന്നത്. BJP ഈ നിലയിൽ മുന്നോട്ട് പോയാൽ 5 വർഷം തികയ്ക്കാൻ ഈ സർക്കാരിനാവില്ല. രാജ്യത്തെ വിദ്യാർത്ഥികൾ ഒത്തൊരുമിച്ചാൽ അതിന് മുന്നിൽ മോദി കീഴടങ്ങിയിരിക്കുകയാണ്, BJP കീഴടങ്ങിയിരിക്കുകയാണ്, RSS കീഴടങ്ങിയിരിക്കുകയാണ്. ഓക്കെ.